നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ കെട്ടിടം വീണതറിഞ്ഞില്ലേ? വീണ് നോക്കിയാ മതി. പോണ് നേരെ ഇങ്ങോട്ടോ നടന്നിട്ട് വേറെ കുഴപ്പമില്ല.
ജീവിക്കാനാണ് പ്രതിഷേധം. സർക്കാർ സ്പോൺസർ ചെയ്ത ഒരു കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ 52 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടം കഴിഞ്ഞ 12 വർഷം മുമ്പ് മുന്നറിയിപ്പ് നൽകിയത് ഉപയോഗശൂന്യമാണെന്ന് മുന്നറിയിപ്പ് നൽകിയ കെട്ടിടത്തിൽ രോഗി സ്വന്തം മകൾക്ക് വേണ്ടി കുത്തിരിക്കാൻ വന്ന ഒരു സഹോദരി, ഒരമ്മ, ആ അമ്മ സർക്കാരിന്റെ പിടിപ്പുകേടിന്റെ അനാസ്ഥയുടെ ഫലമായി ഇന്നലെ കൊല്ലപ്പെട്ടപ്പോൾ ആ സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ സർക്കാരിന് കഴിയുമായിരുന്നു. രക്ഷാപ്രവർത്തകർ എത്തിയിട്ടും ഈ നാട്ടില് ഏറ്റവും വലിയ, നമുക്കറിയാം, ഇവിടെ ടീച്ചറമ്മ എന്ന് പറയുന്നത് പോലെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ഒരു നുണയമ്മയാണ് എന്നുള്ളത് തടസ്സപ്പെടുത്തിയത് മന്ത്രിമാരാണ്. ഭരണകൂടം സ്പോൺസർ ചെയ്ത ഒരു കൊലപാതകം കേരളത്തിന്റെ ആരോഗ്യ മേഖല ഐസിയുവിലാണ് എന്നുള്ളത് വീണ ജോർജ് അറിയാം. ഇവിടുത്തെ ശസ്ത്രക്രിയക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ് നമ്മളെ നട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം. മന്ത്രിയോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. കാരണം ഓപ്പറേഷൻ കൂടെ നിങ്ങൾ രോഗികൾ ചെയ്യണമെന്ന് പറയാത്ത മഹാമനസ്കതയോട് ഭരിക്കുന്ന ഗവൺമെന്റ് നിങ്ങൾ അറിയണം, ആരോഗ്യ മേഖല ഒരു കാലത്ത് പാവങ്ങളുടെ ഏറ്റവും വലിയ അഭയകേന്ദ്രം എന്നുള്ളത് കൊണ്ടാണ് ധർമാശുപത്രികളായി മാറിയതെങ്കിൽ ഇന്ന് നിങ്ങൾ ഭരിക്കുന്ന സമയം ഒരു രോഗവുമായിട്ടാണ് രോഗി വരുന്നതെങ്കിൽ ഒന്നുകിൽ 3 രോഗവുമായി അല്ലെങ്കിൽ മൃതദേഹവുമായി മടങ്ങി എന്നുള്ളതാണ് സർക്കാരിന്റെ അനാസ്ഥയുടെ ഏറ്റവും വലിയ പിടിപ്പുകേട്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് യൂറോളജി വിഭാഗത്തിന് തലവൻ ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടർ നമ്പർ 1 എന്ന് പറഞ്ഞ അവകാശവാദത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞത്. ആ ഹാരിസിനെ വേട്ടയാടാനാണ്. അതോടൊപ്പം തന്നെ സത്യം പറയുന്ന ഡോക്ടർമാരെ യുപിയിലെ യോഗി ആദിത്യനാഥ്, കഫീൽ ഖാൻ എന്ന് പറയുന്ന ഡോക്ടർ ഓക്സിജൻ കിട്ടാതെ നവജാത ശിശുക്കൾ മരിച്ചത് വിളിച്ചു പറഞ്ഞപ്പോ നാട് കടത്തിയതുപോലെ സത്യം പറയുന്നവരെ നാട് കടത്താനും സസ്പെൻഡ് ചെയ്യാനുമാണ് ഭാവമെങ്കിൽ പിണറായി വിജയനോടും വീണ ജോർജിനോടും പറയുന്നു, ആ മോഹം AKG സെന്ററിൽ വെച്ചാൽ മതി. ഞാനൊരു പ്രസംഗം ചോദിക്കുമ്പോൾ പിണറായി ഭയം മൂലം, പിണറായി ഭക്തി മൂലം ഇവിടുത്തെ ഡോക്ടർമാർ
വലതുകാൽ ഓപ്പറേറ്റ് ചെയ്യേണ്ടതിന് പകരം ഇടതുകാൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ദുരവസ്ഥയാണുള്ളത്. വലത് കണ്ണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതിന് പകരം ഇടത് കണ്ണ് ഓപ്പറേറ്റ് ചെയ്യാൻ ചികിത്സാ പിഴവുണ്ട്. ആവശ്യത്തിന് ഡോക്ടർമാരില്ല. ഞങ്ങൾ പറയുന്നത് ഇവിടുത്തെ പാവങ്ങൾ, ആ പാവങ്ങൾക്ക് മാന്യമായ ഒരു കിടക്ക, അവർക്ക് ശസ്ത്രക്രിയക്ക് ആവശ്യമായ ഉപകരണങ്ങൾ, അത് ഉറപ്പുവരുത്തുന്ന ഡോക്ടർമാർ, ഇതൊക്കെ ഉണ്ടാകണം. കേരളത്തിന്റെ ആരോഗ്യം, ആ ആരോഗ്യത്തെ തകർത്തു കളയുന്ന വീണ ജോർജ് എന്ന് പറയുന്ന കേരളത്തിന് നിയമസഭയിൽ പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യങ്ങളോട് മുഖം തിരിച്ച് പുച്ഛഭാവത്തോടെ നടന്നു പോകുന്ന ആ വീണ ജോർജിനോടും കേരളത്തിലെ ഗവൺമെന്റിനും താക്കീത് നൽകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. മന്ത്രി രാജിവെക്കാൻ തയ്യാറില്ലെങ്കിൽ പി.കെ. ഫിറോസ് സാഹിബ് സാക്ഷി നിർത്തി പറയട്ടെ, ഇനി നിങ്ങൾക്ക് ഇവിടെ സഞ്ചരിക്കണമെങ്കിൽ യൂത്ത് ലീഗിന്റെ ആസ്ഥാനം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സമരനായകൻ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ് ആണ്. അദ്ദേഹത്തെ വേദിയിലെ ഇവിടെ ഞാൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അധ്യക്ഷത വഹിക്കുന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് ഇടനീർ, അതോടൊപ്പം തന്നെ യൂത്ത് ലീഗിന്റെ സ്റ്റേറ്റ് ഭാരവാഹികളായ നസീർ കൊല്ലം, ഗഫൂർ കോൽക്കളത്തിൽ, ഫാത്തിമ തഗ്ലിയ തുടങ്ങിയ സംസ്ഥാന ഭാരവാഹികളെയും ജില്ലാ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാരെയും എല്ലാ സമര നായകന്മാരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടി അഷ്റഫ് ഇടനീരിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. ജയ് മുസ്ലിം യൂത്ത് ലീഗ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ് സാഹിബ് അടക്കമുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, ഇന്ന് ഇത്തരം ഒരു മാർച്ച് സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് വളരെ വിശദമായി സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ബിന്ദു എന്ന സഹോദരിയെ കൊലക്ക് കൊടുത്ത ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇന്ന് വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഒരു മാർച്ചുമായി കടന്നു വന്നിട്ടുള്ളത്. തീർച്ചയായും വരുന്ന ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് യൂത്ത് ലീഗ് നേതൃത്വം നൽകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മാർച്ചിന് എത്തിച്ചേർന്ന മുഴുവൻ പ്രവർത്തകരെയും മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്നലെ ഉണ്ടായപ്പോ ആ സംഭവത്തിന്റെ ഉത്തരവാദികൾക്കെതിരായി യൂത്ത് ലീഗ് ഒരു സമരം പ്രഖ്യാപിച്ചപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആ സമരത്തിൽ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്, അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, ഇന്നലെ വരെ നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ഒട്ടനവധി പരാതികളുണ്ടായിരുന്നു. ഡോക്ടർമാരില്ല, മരുന്നില്ല, ഉപകരണങ്ങളില്ല, ചികിത്സാ പിഴവ്. ഇന്നലെ വരെ നമ്മളെല്ലാവരും പറഞ്ഞത് ആരോഗ്യ മേഖല ICUവിലാണ് എന്നാണ്. എന്നാൽ ഇന്നലത്തോടുകൂടി മെഡിക്കൽ കോളേജിൽ, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ദാരുണമായ സംഭവത്തോടുകൂടി നമുക്കൊരു കാര്യം ബോധ്യമായിരിക്കുന്നു. ആരോഗ്യ മേഖല, കേരളത്തിലെ ആരോഗ്യ മേഖല ICUവിലല്ല, വെന്റിലേറ്ററിലല്ല, അത് മോർച്ചറിയിലാണ് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി വീണ ജോർജും കൂട്ടരും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അറിയണം, തലയോലപ്പറമ്പിലെ ബിന്ദു എന്ന് പറയുന്ന ഒരു സഹോദരി തന്റെ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത്. ചികിത്സ മാറുമെന്ന് വിചാരിച്ച് മെഡിക്കൽ കോളേജിലെത്തിയ ആ സഹോദരിക്ക് ജീവനാണ് കൊടുക്കേണ്ടി വന്നത്. ആ ജീവൻ എങ്ങനെയാണ് അവർക്ക് നഷ്ടമായത്? അതൊരു അപകടത്തിൽ സംഭവിച്ചതാണോ? കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിൽഡിംഗ് പൊളിഞ്ഞപ്പോ ആ സംഭവ സ്ഥലത്ത് ഉടനടി എത്തിയ രണ്ട് മന്ത്രിമാർ, VN വാസവനും ആരോഗ്യമന്ത്രി വീണ ജോർജും. VN വാസവന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മുടെ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് വരെ ഉണ്ട്, അദ്ദേഹം ഡിലീറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഒരു അപകടവും ഇല്ല, ആർക്കും പരിക്കില്ല, നിസ്സാരമായ സംഭവമാണ്. വീണ ജോർജ് മാധ്യമങ്ങളോട് അത് തന്നെയാണ് പറഞ്ഞത്. രാവിലെ ഏതാണ്ട് 10:30 മണിക്കുണ്ടായ അപകടം 2.25 മണിക്കൂർ വൈകിപ്പിക്കാനുള്ള ഉത്തരവാദി കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജും VN വാസവൻ എന്ന് പറയുന്ന മന്ത്രിയുമാണ്. വീണ ജോർജിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതിന്റെ പിറകിലുള്ള നിങ്ങളുടെ വീടില്ലേ, മന്ത്രിയുടെ ഔദ്യോഗിക വസതി, ആ വസതിയിൽ നിന്നും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് മരണത്തിന്റെ ഗന്ധമാണ്. മരണത്തിന്റെ ഗന്ധമാണ് നിങ്ങൾ താമസിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യമന്ത്രിയല്ല, മരണത്തിന്റെ മന്ത്രിയാണ്, കൊലയാളി മന്ത്രിയാണ് എന്ന് കേരളം ഇന്ന് ഒന്നടങ്കം വിളിക്കുകയാണ്. മെഡിക്കൽ കോളേജുകൾ മുഴുവൻ നിങ്ങൾ തകർത്തില്ലേ? നിങ്ങൾ മുഴുവൻ പിൻവാതിൽ നിയമനങ്ങളല്ലേ അവിടെ നടത്തിയത്? ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ലോക്കൽ കമ്മിറ്റി ചേരാൻ കഴിയും?
എത്രയോ മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് ലോക്കൽ കമ്മിറ്റികൾ ചേരാൻ കഴിയും. സർക്കാർ ആശുപത്രികൾ പാർട്ടിക്കാരെ കുത്തി നിറച്ചു. നിങ്ങളുടെ പ്രയോറിറ്റി പാർട്ടിക്കാർക്ക്. നമ്മളെന്താ ചെയ്യുന്നത്? ലീഗ് എന്താ ചെയ്യുന്നത്? മെഡിക്കൽ കോളേജുകളിൽ CS സെന്റർ വഴി രോഗികളെ സഹായിക്കുന്നു. കോടിക്കണക്കിന് രൂപ മാസങ്ങൾ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് അങ്ങോട്ട് കൊടുക്കുന്നു. ഈ പാർട്ടി എന്താ ചെയ്യുന്നത്? പാർട്ടിക്കാരെ പിൻവാതിൽ വഴി നിയമിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരൻ കൊടുക്കുന്ന പണം എടുത്ത് പാർട്ടിക്കാരന്റെ കീശയിലേക്ക് കൊടുക്കുന്നു. മെഡിക്കൽ കോളേജിലെ രോഗികൾ ഇവർക്ക് പ്രയോറിറ്റി അല്ല. റോട്ടിലിറങ്ങിയാൽ നായ കടിക്കും. ഈ നായ കടിച്ച് ചികിത്സിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ ചെന്നാൽ അവിടെ ആരോഗ്യമന്ത്രി വീണ രണ്ടപകടം. ഒന്നുകിൽ നായയെ പേടിക്കണം, അല്ലെങ്കിൽ വീണ ജോർജിനെ പേടിക്കണം. ഇതല്ലേ നമ്മുടെ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ അവസ്ഥ? ഈ അവസ്ഥക്ക് മാറ്റം ഉണ്ടാകണം. ഈ ദാരുണമായ കൊലപാതകത്തിൽ ഒരു മകൻ, നവനീത് എന്ന് പറയുന്ന അമ്മയുടെ മകൻ, തനിക്ക് ആദ്യ ശമ്പളം കിട്ടിയപ്പോ ആ ശമ്പളം കൊടുക്കാൻ വേണ്ടി അമ്മയെ കാണാൻ വേണ്ടി വന്നതാ മെഡിക്കൽ കോളേജിലേക്ക്. സഹോദരിക്ക് ചികിത്സയാണ്, അമ്മ ആശുപത്രിയിലാണ് എന്നറിഞ്ഞിട്ട് അമ്മയെ കാണാൻ വേണ്ടി വന്ന ആ മകൻ നവനീത് ആദ്യമായി കാണുന്നത് അമ്മക്ക് കൊടുക്കാൻ അമ്മയുടെ കൈകൾ ചലിക്കുന്ന കൈകളല്ല ആ സഹോദരൻ കണ്ടത്, ആ മകൻ കണ്ടത് ജീവനറ്റ ശരീരം. ആ മകൾ തന്റെ കഴുത്തു പോലും ചലിപ്പിക്കാൻ കഴിയാതെ പുതപ്പിനടിയിൽ മുഖം അമർത്തി കരയുകയാണ്. ആരിതിന് മറുപടി പറയും? എന്നൊരു ധിക്കാരത്തോട് ആരോഗ്യമന്ത്രി മറുപടി പറയാൻ എന്തൊരു അഹങ്കാരമാണ്! ഈ അഹങ്കാരം വെച്ച് ഈ നാട്ടിലൂടെ ഇറങ്ങി നടക്കാമെന്ന് ആരോഗ്യമന്ത്രി വിചാരിക്കുന്നുവെങ്കിൽ അത് അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം. ഞങ്ങൾ പെട്ടെന്നൊരു സമരവുമായി വന്നു. പോലീസ് എത്ര ജലപീരങ്കിയ പിന്നിൽ അണിനിരത്തിയത്? ഈ ജലപീരങ്കിയ കൊണ്ടൊന്നും ഞങ്ങളുടെ സമരത്തെ തടഞ്ഞു നിർത്താൻ. ഈ നാട്ടിലെ മുഴുവൻ വെള്ളം നിങ്ങൾ ഉപയോഗിച്ചോ? പോലീസിന് ലാത്തി ഉപയോഗിച്ചോ? ആ ലാത്തി കൊണ്ട്, നിങ്ങളുടെ ജലപീരങ്കി കൊണ്ട് ഭയന്ന് പിന്മാറുന്നവരല്ല മുസ്ലിം യൂത്ത് ലീഗിന്റെ സമരഭടന്മാരെന്ന് ഈ നാട് ഭരിക്കുന്നവർ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ഇന്ന് സമരം അവസാനിപ്പിക്കുന്നില്ല. നാളെ സംസ്ഥാന വ്യാപകമായി മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തലത്തിൽ, മുനിസിപ്പൽ തലങ്ങളിൽ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുമെന്ന് ഈ നാട് ഭരിക്കുന്ന ഭരണകൂടത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വരും ദിവസങ്ങളിൽ തുടർച്ചയായി ആരോഗ്യമന്ത്രി രാജിവെക്കുന്നതുവരെ, ആ പദവി തൊഴിയുന്നതുവരെ, ആ ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് നാണം കെട്ടിറങ്ങി പോകുന്നത് വരെ ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് തന്നെ കടന്നു വരുമെന്ന് ഈ നാട് ഭരിക്കുന്ന ഭരണകൂടത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, മുഖ്യമന്ത്രി അമേരിക്കയിലല്ല, ഇനി എവിടെ പോയാലും ശരി ഇതിനെല്ലാം മറുപടി പറയിപ്പിച്ചിട്ടല്ലാതെ കേരളത്തിലെ ജനങ്ങൾ അടങ്ങിയിരിക്കുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. ഈ നാട്ടുകാരുടെ മുഴുവൻ ശാപത്തിനും, ഈ നാട്ടുകാരുടെ മുഴുവൻ കണ്ണീരിനും ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറുപടി പറയേണ്ടി വരുമെന്ന് അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സമരഭടന്മാരെ, നാളെ മുതൽ നമ്മൾ ഇന്ന് അവസാനിപ്പിക്കല്ല, നാളെ മുതൽ തെരുവിലിറങ്ങിക്കൊണ്ട് ഈ പോരാട്ടം ശക്തിപ്പെടുത്തുമ്പോൾ കൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് മുസ്ലിം യൂത്ത് ലീഗ്. യൂത്ത് ലീഗ് സിന്ദാബാദ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി വളരെ ഇന്നലെ രാത്രി തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുമെന്ന് പറഞ്ഞപ്പോ ഇവിടെ ഈ സമരത്തിൽ പങ്കെടുത്ത മുസ്ലിം യൂത്ത് ലീഗിന്റെ കർമ്മഭടന്മാരെ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, കേരളം ഭരിക്കുന്ന ഒരു സർക്കാരുണ്ട്. ആ സർക്കാരിന്റെ പ്രഥമമായ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ നിരത്തിൽ റോഡിൽ ഒരു അപകടമുണ്ടായാൽ നമ്മൾ ആദ്യം ചെയ്യുക ആ അപകടത്തിൽപ്പെട്ട ആളെ ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിനകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരിടത്തിൽ ആൾക്ക് ഒരു പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ജീവൻ അപകടമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ എത്തിക്കുക ആശുപത്രിയിലേക്കാണ്. എന്നാൽ അങ്ങനെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പറ്റാത്ത വിധം ഏറ്റവും ജീവൻ അപഹരിക്കുന്ന കേന്ദ്രമായി കേരളത്തിലെ ആതുരാലയങ്ങൾ മാറ്റിയ വീണ ജോർജ് രാജിവെച്ച് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് ഈ സമരം നടത്തുന്നത്. ദീർഘമായി സംസാരിക്കുന്നില്ല. ഇന്ന് തുടങ്ങി വെച്ച മുസ്ലിം യൂത്ത് ലീഗിന്റെ സമരം വിജയം വരെ മുന്നോട്ട് പോകും. അതുവരെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, പ്രിയപ്പെട്ട വീണ ജോർജ്, വാസവൻ, അങ്ങ് 3 പേരും രാജിവെച്ചുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരത്തെ
അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് മുസ്ലിം യൂത്ത് ലീഗ്. യൂത്ത് ലീഗ് സിന്ദാബാദ്. സേതങ്ങളിരമ്പട്ടെ, അളിക്കത്തിപ്പടരട്ടെ, ഈടാജോർജെ കോമാളി, ഈടാജോർജെ കോമാളി, ആദിവസ്തു ഗോപുരത്തെ,
ജൂറോ ആരെയും കൊള്ളണെന്ന് അവന് മുമ്പ്